C5 ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കാണൂ മുഴുവൻ എപ്പിസോഡുകളും സൗജന്യമായി. ഏയ് വരണെവിടെയാ? മുഹൂർത്തത്തിന് സമയമായല്ലോ. ഈ കല്യാണവും നടക്കുന്ന ലക്ഷണമില്ല. വെറുതെ നാവിടുത്തെ വളയ്ക്കാതെ അമ്മാവ. ഇതൊരു ക്ഷേത്ര സന്നിധിയാ. എല്ലാം ശുഭമായിട്ട് നടക്കാൻ വേണം പ്രാർത്ഥിക്കാൻ. നമ്മള് പ്രാർത്ഥിച്ചിട്ട് എന്താടാ? കണ്ടില്ലേ, കല്യാണച്ചക്കന്റെ ചേച്ചിയും അളിയനും ഒക്കെ മുങ്ങിക്കളഞ്ഞു. അവർക്ക് മനസ്സിലായി കല്യാണച്ചക്കൻ വരാൻ പോകുന്നില്ലെന്ന്. ഈ കല്യാണം നടക്കില്ലെന്ന് ഉറപ്പാ. അവളുടെ തലയിൽ വേറെന്തോ ആവും വരച്ചിട്ടുള്ളത്. കല്യാണ ചെറുക്കനെവിടെ? ആരാ എന്താ ഒന്നും പറയാത്തെ? ചെറുക്കൻ ഇവിടെ ഉണ്ട്. ബലം വച്ച് കയറിയിരിക്കാം. വാ, കേറിയിരിക്കെ. ഇയാൾക്കിത് എന്ത് പറ്റി? എന്തോ കുഴപ്പമുണ്ടല്ലോ. ഹസനെ, ഇതെന്താ ഇവിടെ? ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് വരുമായിരുന്നല്ലോ. ഇവിടെ തൊഴുതിട്ട് ചെല്ലാൻ അമ്മ പറഞ്ഞു. കാറിപ്പോ തിരിച്ചു വരും. അല്ല, നിങ്ങളെന്താ ഇത്ര താമസിച്ച്? അത് ഞങ്ങൾക്കൊരു കൊച്ചു തരികിട പരിപാടി ഉണ്ടായിരുന്നു ആശാനെ. അതെ അതെ അതെ, അതൊന്ന് തീർത്തിട്ടാ ഞങ്ങൾ ഈ വരുന്നതേ. ആശാൻ തൊഴാൻ കയറ്, ഞങ്ങളും വരാം. ചെയ്ത പാവങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. ചെല്ലാശാനെ. ഇനി വധുവിനെ വിളിക്കാം. തൊഴുത് വന്നിരിക്കുക. കുട്ടിക്ക് തീർത്ഥം കൊടുക്കുക.
ഇനി കയറി ഇരുന്നോളൂ. ഈ കല്യാണം നടന്ന കൊന്നുകളയെന്ന് അമ്മമാര് പറഞ്ഞിരിക്കുന്നത്. അമ്മമാര് ഇവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിപ്പുണ്ടോ എന്തോ. ആ വിഷ്ണുവിന്റെ ആൾക്കാരൊന്നും വരാതിരുന്നാ മതിയായിരുന്നു. സമയമായില്ലേ തിരുമേനി, ഇനി അങ്ങ് താലി കിട്ടിയാലോ? കെട്ടിവേളം കെട്ടിവേളം. അയ്യോ, എന്താടാ? ഞാൻ കണ്ടില്ല. എന്നെ അവൻ കൊല്ലും. എടാ ബാലേന്ദ്ര, അയ്യോ, ആരുടെ കാര്യം നീ പറയുന്നേ? ദേ, അവന്റെ കാര്യം തന്നെയാ. ദേവി, ശാലിനി ആരെ വേണമെങ്കിൽ കല്യാണം കഴിച്ചോട്ടെ, ആ ബാലേന്ദ്രന് മാത്രം വേണ്ട. ഞാൻ കാരണം ആ പാവത്തിന്റെ ജീവിതം നശിക്കില്ലേ ദേവി? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.